എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡുകളെക്കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാമല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രുതിക്ക് ഒരു കുഞ്ഞുള്ള കാര്യം രേവതി അറിയുന്നു. രേവതി അത് സച്ചിയെ അറിയിക്കുന്നു. രേവതി എടുത്ത വീഡിയോ എല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അതിനുശേഷം ചന്ദ്ര ഈ വീഡിയോ കണ്ടതും ആകെ ബോധം കെട്ട് വീഴാൻ പോവാണ്. അപ്പോഴാണ് രവി ഓടി വന്ന് ചന്ദ്രയെ താങ്ങിയെടുക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര രേവതിയോട് പറയാണ്, രേവതി നീ കുറച്ച് വെള്ളം ഇങ്ങോട്ട് എടുക്ക്. അപ്പോൾ ഇത് കാണുന്നതും രേവതി ഓടിപ്പോയി വെള്ളം എടുത്ത് കൊടുക്കുകയാണ് ചന്ദ്രയ്ക്ക്. രവി പറയാണ്, ചന്ദ്രേ നീ ഈ വെള്ളം കുടിക്കേ, എന്നിട്ടൊന്ന് സമാധാനമായിരിക്കേ. ഞാൻ ചോദിക്കാം ശ്രുതിയോട് എന്താണ് സത്യമെന്ന്, നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറയുന്നുണ്ട് രവി. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എങ്ങനെ രവിയേട്ടാ ഞാൻ സമാധാനത്തോടെ ഇരിക്കുക? ഇത്രയും വലിയൊരു ചതി ഇതെങ്ങനെ ഞാൻ സഹിക്കും? അപ്പോൾ രവി പറയാണ്, നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ ചോദിക്കട്ടെ അവളോട്. എന്നിട്ട് രവി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി ഈ വീഡിയോ നിൻ്റേതല്ലേ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ ശ്രുതി ഒന്നും പറയാൻ കഴിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, പറയ് പൗഡറെടുത്തി പറയ്, സത്യം പറയ്, ഇതെല്ലാം നിങ്ങൾ തന്നെയാണെന്ന് പറയ്. ഇത്രയും വലിയൊരു ചതി ചെയ്തിട്ടാണല്ലേ ഇവിടെ നല്ല പിള്ള ചമഞ്ഞോണ്ട് നടന്നിരുന്നത്. അപ്പോൾ രവി വീണ്ടും ചോദിക്കുന്നുണ്ട്, മോളെ എന്താ കാര്യം, സത്യം പോലെ പറ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാനായിട്ട് തുടങ്ങുകയാണ്, അതെ അങ്കിൾ, ഞാൻ ആദ്യം ഒന്ന് വിവാഹം കഴിച്ചതാണ്. ഇതെല്ലാ സത്യങ്ങളും ഞാൻ ശ്രുതിയോട് പറയാൻ തുടങ്ങിയതാ. പക്ഷേ അതൊന്നും കേൾക്കാൻ പോലും ശ്രുതി നിന്ന് തന്നില്ല. ശ്രുതി അത് പറഞ്ഞു മുഴുവിപ്പിക്കാൻ അനുവദിക്കാതെ രവി ഒരൊറ്റ അടി കൊടുക്കുകയാണ് ശ്രുതിക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുവരെയും ഒരാളെപ്പോലും ഉപദ്രവിക്കാതിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്തിനായിരുന്നു നീ ഈ കുടുംബത്തെ മൊത്തം ഇങ്ങനെ ചതിച്ചത്? നിനക്ക് സത്യം എല്ലാവരോടും പറയാമായിരുന്നു. പക്ഷെ നീ ആരോടും ഒന്നും പറയാതെ ഈ വീട്ടിലുള്ള എല്ലാവരെയും നീ ചതിക്കുകയാണ് ചെയ്തത്. നോക്ക്, ചന്ദ്ര നിന്നെ എത്രമാത്രമാണ് സ്നേഹിച്ചത്. അവൾ നിന്നെ ഒരു മകളായല്ലേ കണ്ടത്. ഇതിനെല്ലാം നീ കൊടുത്തത് ഇതല്ലേ എന്ന് പറയുന്നുണ്ട് രവി. ഇതെല്ലാം കേട്ട് ഈ ചന്ദ്രയ്ക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് പറയുന്നുണ്ട് രവി. അപ്പോൾ സച്ചു പറയുന്നുണ്ട്, ഇനി ഇതല്ല ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്നവളാ ഇവള്. എന്നോ ഞാൻ പറയാൻ തുടങ്ങിയതല്ലേ ഇവളൊരു ഫ്രോഡാണെന്ന്. അന്ന് ആരും അതൊന്നും മനസ്സിലാക്കിയില്ല. ഇപ്പം നോക്ക്, ഇവൾ കാണിച്ചത് നോക്ക്. ശ്രുതിയെ ഇവൾ ചതിക്കല്ലേ ചെയ്തത്. ജീവന് തുല്യം സ്നേഹിച്ച അമ്മയെയും ഇവൾ നന്നായി ചതിച്ചു. എന്താ അമ്മയൊന്നും മിണ്ടാത്തത്? ഇവളുടെ അമ്മയും ഇവളുടെ മകനും മുന്നേ ഈ വീട്ടിൽ വന്നിട്ടുള്ളവരാ. അന്ന് എൻ്റെയും രേവതിയുടെയും താലി മാറ്റി ചാർത്തുന്ന ചടങ്ങിന് ഇവർ വന്നിട്ടുണ്ട്. അന്ന് ഈ ശ്രുതിയും ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അമ്മയുടെ മുന്നിൽ അവരെയൊന്നും അറിയാത്ത പോലെ എത്ര നന്നായാണ് അവൾ അഭിനയിച്ചത്. അമ്മയൊന്ന് ഓർത്ത് നോക്ക്, അന്ന് ഇവൾക്ക് അവരെയൊന്നും അറിയാത്ത പോലെയല്ലേ പെരുമാറിയത് എന്ന് ചോദിക്കുകയാണ് സച്ചി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അന്ന് ഞാൻ അഭിനയിച്ചതും എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെച്ചതും ശ്രുതിയോടുള്ള എൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ്. ശ്രുതി ഇതെല്ലാം അറിഞ്ഞാൽ വിഷമിക്കുമല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാനിതെല്ലാം മറച്ചു വെച്ചത് എന്ന് പറയാണ് ശ്രുതി. ശ്രുതിയില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവൻ എന്നും എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും ഞാൻ അവനോട് പറയാതിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്നെ ഉപേക്ഷിച്ച് പോവില്ലേ. ഇനി വിവാഹത്തിന് മുന്നേ ഞാൻ പറയാൻ തുടങ്ങിയതാ. പക്ഷേ അതൊന്നും കേൾക്കാൻ പോലും ശ്രുതി കൂട്ടാക്കിയില്ല. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സ്വന്തം മകനെ ഉപേക്ഷിച്ച് പോന്നവളാ നീ. സ്വന്തം മകനോടില്ലാത്ത എന്ത് സ്നേഹ നിനക്ക് ശ്രുതിയോടുള്ളത്?
ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഏതൊരമ്മയ്ക്കും സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് പോരാൻ കഴിയുമോ? എന്നാൽ അതും ചെയ്ത ആളാ നീ. നിനക്കാണോ സുധിയോട് സ്നേഹം എന്ന് ചോദിക്കുന്നുണ്ട് രേവതി. ലോകത്ത് ഒരു സ്ത്രീയും ഒരു കുഞ്ഞിനോടും ചെയ്യാൻ പാടില്ലാത്ത വലിയ തെറ്റാ നീ ചെയ്തത്. ഞാനിന്ന് നിൻ്റെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ നീ പിന്നെയും ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വേദന തോന്നുന്നുണ്ട്. സ്വന്തം അമ്മയായ നിനക്ക് അത്ര പോലും വേദനയില്ലല്ലോ. സ്വന്തം അമ്മ ആരാണെന്ന് പോലും അവനറിയില്ല. നീ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? നീ അവൻ്റെ ആൻറ്റി ആണെന്നല്ലേ? ഇത്രയും വലിയ ചതി ആ കുഞ്ഞിനോട് ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് രേവതി ശ്രുതിയോട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീയായിരുന്നല്ലേ എൻ്റെ വീട്ടിൽ വന്ന് ഈ വീഡിയോ എടുത്തത്? എൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചത് നീയായിരുന്നല്ലേ? നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നീ ഓർത്തോ, എൻ്റെയും ശ്രുതിയുടെയും ജീവിതം തകർത്ത് നീ ഒരിക്കലും നന്നായി ജീവിക്കില്ല. നിന്നെ ഒരിക്കലും സുഖമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് ശ്രുതി രേവതിയുടെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. ഇത് കാണുന്നതും സച്ചി ഓടി വന്ന് രേവതിയെയും ശ്രുതിയെയും പിടിച്ച് മാറ്റുകയാണ്. ആ സമയത്താണ് ചന്ദ്ര എഴുന്നേറ്റ് ദേഷ്യത്തോടെ വരുന്നത്. വിടടി രേവതിയെ, നീ രേവതിയെ തൊട്ടു പോവരുത്. അവളുടെ ദേഹത്ത് തൊടാനുള്ള യോഗ്യത പോലും നിനക്കില്ല. നിന്നേക്കാളും എത്രയോ മടങ്ങ് നല്ലവളാണ് രേവതി. നിന്നെക്കാളും എത്രയോ മടങ്ങ് അഭിമാനവും അന്തസ്സുമുള്ളവളാണ് അവൾ. അവൾക്ക് കുറച്ച് പണം കുറവാണെങ്കിലും അന്തസ്സുണ്ട് അവൾക്ക്. നിന്നെപ്പോലെയല്ല. ഒരു കുഞ്ഞിൻ്റെ അമ്മയല്ലേ നീ? 5-6 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ. അതെല്ലാം ഞങ്ങളോട് മറച്ചു വെച്ചല്ലേ നീ എൻ്റെ മകനെ കല്യാണം കഴിച്ചത്. നീ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്? നിനക്ക് എന്ത് പേരിട്ടാ വിളിക്കേണ്ടതെന്നറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ശ്രുതിയോട്. സച്ചി, നീ ഇവളുടെ നാട്ടിലൊക്കെ ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കേ, ഇവൾ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട്, എത്ര പേരുടെ കൂടെ പോയിട്ടുണ്ടെന്ന്. എൻ്റെ മകൻ്റെ ജീവിതം തൊലയ്ക്കാൻ ഞാനായിട്ട് കണ്ടുപിടിച്ചതാ ഇവളെക്കുറിച്ച് കൂടുതലൊന്നും ഞാനന്ന് അന്വേഷിച്ചത് പോലുമില്ല. ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഇവളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ശ്രുതിയെ ഇവൾക്ക് കല്യാണം കഴിപ്പിക്കില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് ചന്ദ്ര. അമ്മേ, ഇങ്ങനൊന്നും പറയരുത് എന്ന് ശ്രുതി പറയുമ്പോൾ ചന്ദ്ര ശ്രുതിയുടെ കരണത്ത് തന്നെ ഒരു അടി കൊടുക്കുകയാണ്. മിണ്ടലിടി, നീ മിണ്ടിപ്പോവരുത്. നിനക്കിവിടെ മിണ്ടാനുള്ള അവകാശം പോലുമില്ല. അത്രയും വൃത്തികെട്ടവളാ നീ എന്ന് പറയുകയാണ് ചന്ദ്ര. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട്, മോനെ, നീ എന്തെങ്കിലും ഒന്ന് പറ. എന്താ ഞാൻ എന്നോട് വലിയ തെറ്റാ ചെയ്തത്? ഇവള് ഇത്രക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, വേണ്ട, ആരും എന്നോടൊന്നും പറയണ്ട. എൻ്റെ ജീവിതം എല്ലാവരും കൂടി തൊലച്ച് കളഞ്ഞില്ലേ? ഒരു കുഞ്ഞുള്ള ഒരുത്തിയെയല്ലേ അമ്മ എനിക്ക് കല്യാണം കഴിപ്പിച്ച് തന്നത്. ഇതിലും മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. ഞാനിനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഒരു കുഞ്ഞുള്ളവളെയല്ലേ ഞാൻ കല്യാണം കഴിച്ചത്. എങ്ങനെ ഞാനിനി ആളുകളുടെ മുഖത്ത് നോക്കും? ഞാനിനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും? അമ്മയാ എല്ലാത്തിനും കാരണം. അമ്മയല്ലേ ഇവളെ എനിക്ക് കണ്ടുപിടിച്ച് തന്നത് എന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ രവി പറയുന്നുണ്ട്, ആ കാര്യത്തിൽ ചന്ദ്രയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നീയല്ലേ ആദ്യം ശ്രുതിയെ കാണുന്നതും പരിചയപ്പെടുന്നതും. അതിനുശേഷമല്ലേ ചന്ദ്ര ശ്രുതിയെ കാണുന്നത്. നീയല്ലേ ശ്രുതിയെ ചന്ദ്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ ചന്ദ്രയാണ് എൻ്റെ ജീവിതം തൊലച്ചതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നുണ്ട് രവി. അപ്പോൾ ശ്രുതി പറയാണ്, അതെ, ഞാൻ തന്നെ ഇവളെ കണ്ടുപിടിച്ചത്. ഇവൾ എന്നോട് ഇത്രയും വലിയ ചതിയാണ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞ് ഇരുന്ന് കരയാണ് ശ്രുതി. ഇത്രയുമാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തുണ്ടാവും? ശ്രുതിയെ എല്ലാവരും ചേർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ ഇതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് അറിയാൻ കഴിയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.